അപ്പൊ നമ്മളെ കുഞ്ഞു വാവ കുളിക്കാൻ വേണ്ടി പോവുക. അതിന്റെ മുന്നേ നല്ല ഉറക്കത്തിലാണല്ലേ. ഇനിയിപ്പം കുളിക്കുമ്പോ എണീക്കൂലേ? കുളിക്കുമ്പോ എണീക്കും, എന്നിട്ട് കുളി കഴിഞ്ഞിട്ട് ഉറങ്ങും. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരുമ്പോ ഞങ്ങൾ എണീക്കും അല്ലേ. പ്രസവരക്ഷയുടെ ഭാഗമായിട്ട് സമയതല ഉള്ളത് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. ഇന്ന് നമുക്ക് കുറെ പരിപാടികളുണ്ട്. കുഞ്ഞിനെ കുളിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് നീ ഇടിച്ച് പിഞ്ഞ് ഇന്നലെ ഫുള്ളായിട്ട് നമ്മൾ അതിന്റെ വീഡിയോ ഇട്ടുന്ന കഴിഞ്ഞ ദിവസം. എന്തായാലും അതുപോലെയൊക്കെ ചെയ്തിട്ട് വാ. എന്നിട്ട് ഞാനും അമ്മയും ബബിയും ഇവിടെ കാത്തിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളെ പരിപാടികളൊക്കെ വരുന്നത്. ഇന്ന് പുറത്തേക്ക് വന്ന വാവ കുളിച്ച് കയറിയപ്പം ഒരു ചെറിയൊരു സമ്മാനം വാങ്ങാൻ. മിരിയേച്ചിന്റെ സിസ്റ്റർ ഇപ്പൊ സമയത്തിലുണ്ട്. കുഞ്ഞുവാവേനെ ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ട് സമ്മാനമൊക്കെ വാങ്ങി. ഒന്ന് പോയി നോക്കട്ടെ. എങ്ങനെയുണ്ട്? കുളി കഴിഞ്ഞ ഉഷാറായോ? വിശപ്പായോ? നമുക്ക് വേഗം ഫുഡൊക്കെ കഴിക്കാൻ പോവാ. അപ്പൊ ബുഷ പറ്റിയേ എന്ത് പറയുന്നേ? അതെ ഇല്ലു ഇല്ലു ഒന്തലു ഒരലു താമസിക്കലു ഇതെന്ത് ഭാഷ കച്ചറ. ബേബി ഉറക്കാ? നല്ല ഉറക്കാണ്. അമ്മേ വിശപ്പായോ? നമുക്ക് ആദ്യം എന്തെങ്കിലും ഒന്ന് പോയി കഴിക്കാം. എന്നിട്ട് എന്താ നമ്മളെ പരിപാടി എന്ന് വെച്ചാല്, എന്താ ബബുഷ? സെറ്റാക്കാം. നമ്മളെ പരിപാടി എന്താ വെച്ചാൽ, അത് കഴിഞ്ഞിട്ട് ബബൂഷിനെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയിട്ട് മുടി മൊട്ടയടിക്കും. മൊട്ടല്ല, എന്നാ പറ്റി അടിക്കും തൽക്കാലം. അല്ല ബബൂഷ? ആ ചോറ് തിന്നിട്ട് നമുക്ക് വേഗം ചോറ് തിന്നാൻ പോവാം. ആ അതൊക്കെ എടുക്കും. പേടിക്കണ്ട. ബബൂഷിന് കുറച്ച് ടോയ് നമ്മള് വാങ്ങിയിരുന്നു ബർത്ത്ഡേക്ക് വേണ്ടി. അത് ഇപ്പം വന്നിട്ടുണ്ട്. അതിന്റെ കാര്യം അവൻ പറഞ്ഞത്. ഞാന് ഭാവയ്ക്ക് വണ്ടി പഠിക്കാൻ പറഞ്ഞിട്ട് വണ്ടി പഠിച്ചു 2 കൊല്ലത്തിന് മുന്നേ. കാർ അറിയില്ലായിരുന്നു ആക്ക്. ഞാൻ കാർ ഓടിക്കുമ്പോ എന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളായിരുന്നു. അല്ല അത് അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും. ഇങ്ങനെ കാർ ഓടിക്കുമ്പോ അയ്യോ അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല. ഞാൻ പറയും അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയും. കാരണം എന്താ വെച്ചാല് എനിക്ക് മോഷൻ സിക്നസ് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പൊ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വളച്ചെടുക്കുമ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയരുത്. അപ്പൊ ആ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ എന്താക്കി, കാർ ഓടിക്കുന്നത് ഭയങ്കര കഷ്ടപ്പാടാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് കാറ് പഠിപ്പിക്കാൻ വിട്ട്. ആ ടൈമിൽ നമ്മള് വീഡിയോ കിട്ടുന്നു. പഠിച്ച് കഴിഞ്ഞ് അതിന് ശേഷം വണ്ടിയൊക്കെ എടുത്ത് പഠിപ്പിക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. കാരണം എന്താ വെച്ചാല് ഞാൻ എന്ത് തെറ്റിയതാണ്. ഞാൻ അപ്പൊ ഇടക്കിടക്ക് പറയൂ, എന്റെ വണ്ടി പഠിപ്പിക്കാൻ വിട്ടതാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന വിശ്വസിച്ച് അവിടെ ഇരിക്കുന്നു. പക്ഷെ ഇതിപ്പോ അങ്ങനല്ല. ഇവൻ എന്നെ പറ്റിക്കും. അപ്പൊ ഇവൻ അത് അങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാൻ ശരിയാ അത് അങ്ങനെയാന്ന് വിശ്വസിച്ചിരിക്കും. ഇപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ലാന്ന്. ഭാര്യ ഡ്രൈവിംഗ് പഠിപ്പിക്കാണ്ട് നിക്കുക, അതാണ് സേഫ്റ്റി. നമ്മൾ പറയുന്നത് ഭാര്യമാര് പഠിക്കുക. അതാവുമ്പോ പിന്നെ നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. നമുക്ക് പെട്ടെന്ന് വണ്ടി എടുത്തങ്ങ് പോകും. പക്ഷെ ഞാൻ വണ്ടി എടുത്തിട്ട് കുറെ കാലായി അല്ലേ. ഡോക്ടറോട് ചോദിച്ചപ്പോ ഓടിച്ചോന്നൊക്കെ പറഞ്ഞിരുന്നു നല്ല സ്പീഡിൽ. പക്ഷെ ആള് അതിന് നിന്നിട്ടില്ല. കണ്ടോ 2 കുട്ടിയോലും അച്ചാമ്മേന്റെ എത്തിയിരിക്കുന്നത്. 2 കുട്ടിയോല് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നുവെച്ചാല് ഞാനും വാവേ അമ്മേ ബബ്ലു ആയിരുന്നു. ആ ടീമിലേക്ക് ഇപ്പൊ ഒരാളും കൂടി വന്ന് ജോയിൻ ചെയ്തു ഈ ഒരു യാത്രയിലേക്ക്. ഇനി നമ്മൾ 4 ആളല്ല, നമ്മൾ 5 ആള്. എന്താ കഴിക്കാൻ വേണ്ടേ? ചോറും ചിക്കനും. നമ്മൾ ചോറും അച്ചാറും ആക്കിയാലോ? ചോറും കഞ്ഞിയും ആക്കിയാലോ? ഇവന് ഭയങ്കര എക്സ്പെൻസീവാ. നിന്റെ ചോറും ചിക്കന്റെ പകുതി എനിക്ക് തരില്ലടാ. അമ്മക്ക് എന്താ ചോറ? വീട്ടിൽ പോണെങ്കിൽ ബിരിയാണി വേണ്ട? നമ്മള് ചോറ് കഴിക്കണമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ കുറച്ച് ലേറ്റ് ആയിരുന്നു. ഫിഷ് താലി മീൽസ് നല്ലായിരുന്നു. ഞാൻ ഫിഷ് താലി അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഒരുപാട് ഐറ്റംസ് ഉള്ള സാധനമായിരുന്നു. പക്ഷെ ഇന്ന് സാധനം തീർന്നു പോയി. അതുകൊണ്ട് നമ്മൾ എല്ലാ മലയാളികളെ പോലെ ബിരിയാണി ഓർഡർ ചെയ്തു. ബേബി നല്ല ഉറക്കം. വീഡിയോ ഉണ്ട് ബബുലിയെ പോലെ കിടക്കുന്നത്. അത് ബീച്ചിന്റെ അവിടെ പോയി ഒരു ബ്ലൂ
ഡ്രസ് കിട്ടിട്ട് ബാബു കിടക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു. ഓക്കെ കഴിക്കാലോ. പ്രഗ്നൻസി ഇല്ലതിനേക്കാളും എനിക്ക് ഷുഗർ ക്രേവിങ്സ് ആണ് ഇപ്പൊ. ന്യൂട്ടർലാൻഡ് ചീസ് കേക്കും താഴെ വരെ പോയി വാങ്ങിയതല്ലേ എക്സ്പ്രഷൻ ഇട്ട് തരാന്ന്. ഇത് കഴിച്ചേക്കാം. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? ഇഷ്ടപ്പെട്ടാ? ഏതാ ഇഷ്ടപ്പെട്ട? ഇതാണോ അതാണോ? രണ്ടും ഇഷ്ടപ്പെട്ടാ? ചിക്കൻ വേണ്ടേ? ചിക്കൻ വരുന്നുണ്ട്. ഫ്രൈഡ് ചിക്കൻ. ഇവിടെ ഇരുന്നോ. ഇതെന്താണ്? ഇതാണ് ഹഗ്ഗി വെക്ക്. നമ്മ കഴിച്ചു നോക്കി എങ്ങനെയുണ്ട്? ആണോ? താഴെ സ്മെല്ല് അടിച്ചപ്പോഴേ മനസ്സിലായി. ഞാൻ ബിരിയാണിക്ക് മനസ്സ് സെറ്റ് ആക്കിട്ടോ ഞാൻ വന്നത്. ഓക്കെ കഴിച്ചോക്കട്ടെ. ഇതൊന്ന് കഴിച്ചോ. അബ്ദുഷിന്റെ ബിരിയാണി വന്നല്ലോ. നല്ല തവയാ. നോക്കട്ടെ. ബിരിയാണിന്റെ കൂടെ കഴിക്കട്ടെ. സമയം കളയണ്ട. വാവേ കുഞ്ഞി വാവേ, കുഞ്ഞി വാവേ നീച്ചല്ലോ. ഇഷിക്കുട്ട ബാബുഷ ഇഷിക്കുട്ടാന്ന് വിളിച്ചോക്ക്. ബാബൂഷ സംഭവം എന്താ അറിയാ വാവേ? വീട്ടിൽ പോവാന് കാത്തു നിക്കുക അല്ലേ? എന്താ സംഭവം എന്ന് കാണിച്ചു തരാം. നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോട്ടെ. അബൂഷ് എന്തിനാണ് വീട്ടിലേക്ക് കാത്തു നിൽക്കുന്നതെന്നുള്ള സത്യം കാണിച്ചു തരാം അല്ലേ? ആണോ? നോക്കാം നമുക്ക് പോയിട്ട്. പാർസൽ മാമനാ? സംഭവം എന്താ വെച്ചാൽ ആമസോണിന്റെ പാർസൽ വന്നിട്ട് അവിടെ നമ്മളെ പുറത്ത് വെച്ചിട്ടുണ്ട്. എവിടെ നമ്മളെ ടോയ്? എവിടെ? ഇതല്ല, ഇതിന്റെ ഉള്ളിലാ വെച്ചത് മാമ. എവിടെ? ഇതാ ടോയ്. നമുക്ക് പൊട്ടിച്ചു നോക്കാം. വാ പൊട്ടിച്ചു നോക്ക്. കാത്തു നിക്കായിരുന്നു. ഗുഡ് ബോയ് ആയിരിക്കോ? അമ്മ ലോങ് ലെഗ്സ് ആണല്ലോ. ഇയാൾ എന്താ നോക്കുന്നേ? കാണിക്ക്, എല്ലാവർക്കും കാണിച്ചു കൊടുക്കി. ഇതെന്താ ബബ്ലുഷ ഈ സാധനം? ഇഷ്ടായോ? സ്പൈക്കാ. അടുത്തത് എന്താ? എന്താ? ഇതൊക്കെ ഏത് ഭാഷ അമ്മ നോക്കുന്നത്? അമ്മയും കുഞ്ഞി നമുക്കറിയില്ല ഇതൊന്നും. ഇതൊക്കെ പുതിയ ആൾക്കാരാ. ഒരു ഡോഗാ. അത് ഞാൻ ഓർഡർ ചെയ്യുമ്പോ കണ്ടില്ല. ഇഷ്ടായോ? ഇനി ഒരു കാര്യം ചെയ്യാം, ഞാനും ബബ്ലുവും പോയിട്ട് ബബ്ലുവിന്റെ മുടി വെട്ടിട്ട് വരാം. അതുവരെ ഞങ്ങള് റെസ്റ്റ് എടുക്കും. ബബുഷേ എങ്ങനെയുണ്ട്? മുട്ടയായോ? മുട്ടയായി. എന്താ പോന്ന്? മുട്ടയായി. അത് പോയോ? ഉണ്ട്. പച്ച അടിക്ക. പച്ച അമ്മ പറഞ്ഞ് പച്ച അടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോയി നോക്കാം.
ഓക്കെ ഇത് ഫ്രീക്കായി പോയില്ല. ബബൂഷിന് സ്കൂളിൽ പോകാൻ പറ്റൂല. നമുക്ക് ഇതും കൂടി പോക്കിയിട്ട് വീട്ടിൽ പോയി കാണിച്ചു നോക്കാം. അപ്പൊ ബബൂഷിന്റെ മുടി വെട്ടിയിട്ട് ഇതിന്റെ റിയാക്ഷൻ നോക്കാൻ മുട്ട പോലെ ആയിട്ടുണ്ട്. പോയി നോക്കിയോ ആവേ കാണണോ? എവിടെ എങ്ങനെയുണ്ട് മുട്ട അടിച്ചിട്ട്? അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ തീരുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. അപ്പം അടുത്തൊരു സ്പെഷ്യൽ വ്ളോഗാണ്. എന്തായാലും ബൈ.